ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 17-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ലേവ്യ പുസ്തകം 13-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം രസകരമായൊരു അധ്യായമാണെങ്കിലും സങ്കടകരമായ അധ്യായമാണ്. എന്താണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? കുഷ്ഠരോഗികളെക്കുറിച്ചാണ്. ഏത് കാലത്തും സമൂഹം വെറുക്കുന്ന രോഗമാണ് കുഷ്ഠമെന്ന് പറയുന്നത്. കാഴ്ചയ്ക്ക് ഏറ്റവും അരോചകമായ വിരൂപത നൽകുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത്. ഈ രോഗം പിടിപെട്ട സമൂഹത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും ഒറ്റപ്പെടും. എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അവരെ സംരക്ഷിക്കുകയില്ല. പഴയ നിയമകാലത്ത് കുഷ്ഠരോഗം പിടിപെട്ടാൽ കുഷ്ഠരോഗികൾ പാർക്കുന്നതായിരിക്കും ഒരു പാളയമുണ്ട്, അവിടേക്ക് പോയി പാർക്കുക, അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. നമ്മുടെ സമൂഹത്തിലാണെങ്കിലും അങ്ങനെയാണല്ലോ. കുഷ്ഠരോഗികൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമുണ്ട്. വീടുകളിലൊന്നും കുഷ്ഠരോഗികളെ ആരും താമസിപ്പിക്കാറില്ല. മാരകമായിരിക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ അത് ആളുകൾ വെറുക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ മാരകമായ ഈ രോഗമെന്ന് പറയുന്നത് പാപത്തിൻ്റെ ഒരു ചിത്രമായിട്ടാണ് ബൈബിളിലിരിക്കുന്നത്. പാപം ഭയാനകമാണ്. അതൊരാളെ അശുദ്ധനാക്കുന്നതാണ്. സമൂഹത്തിൽ അസ്വീകാരനാകുന്നു. പാപത്തെ ദൈവം വെറുക്കുന്നു. പാപികളായ മനുഷ്യരാണ് ലോകത്തിലുള്ളത് എല്ലാവരും. എന്നിരുന്നാലും ഈ ലോകത്തിൽ ഒരു കൊലപാതകനോ അല്ലെങ്കിൽ ഒരു കാലത്ത് എയ്ഡ്സിൻ്റെ ആരംഭത്തിലൊക്കെ എയ്ഡ്സ് പിടിച്ച ഒരാൾ ഒരു വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ആ അയൽക്കാരൊക്കെ വീട് ബോയ്ക്കോട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു. ഭയങ്കരമായ ഒരാൾ കുഷ്ഠം വന്നാൽ അശുദ്ധനെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് വേണം അവൻ വല്ല കാരണവശാലും പുറത്തിറങ്ങി നടക്കാനായിട്ട്. എന്നാൽ അവൻ അശുദ്ധനെന്ന് പറയേണ്ടാത്തൊരു സമൂഹമുണ്ട്. എവിടെയാണെന്നറിയാം? കുഷ്ഠരോഗികളുടെ കോളനിയിൽ. കുഷ്ഠരോഗിയുടെ കോളനിയിൽ ആരും അശുദ്ധനാണെന്നൊരു രീതിയില്ല. ആരും അശുദ്ധനാണെന്നവർ പറയുകയില്ല. അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും കിടന്നുറങ്ങുകയും ചെയ്യുന്നു. അശുദ്ധനെന്ന് ആരെയും വിളിക്കുകയില്ല. കാരണം അവരെല്ലാവരും അശുദ്ധരാണ്. അതുകൊണ്ട് എല്ലാവരും തുല്യരാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി അത് തന്നെയല്ലേ? പാപികളുടെ കോളനിയാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. പാപത്തിന് അണുക്കളെ എല്ലാവരും വഹിക്കുന്നു. പാപം പൊട്ടിവിടർന്ന സ്ഥിതിയാണെന്നുള്ളത്. സകല തിന്മയും ചെയ്യുന്നവർ, തിന്മ ചെയ്യുന്നവരിൽ പ്രത്യേകം താല്പര്യം കാട്ടുന്ന സമൂഹമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്ന പോലെ തിന്മ ചെയ്യുക എന്ന് മാത്രമല്ല, തിന്മ ചെയ്യുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നതായിരിക്കും ഒരു സമൂഹമാണ് ഇന്ന്. 4 ചെറുപ്പക്കാർ കൂടി അവർ പറയുന്നത് എന്താ പറയുന്നത്? ഞാൻ അടിച്ച് തകർത്തു, ഒറ്റ അടിക്ക് അവനെ തകർത്തു എന്നാണ് പറയുന്നത്. ഞാൻ ഇടിച്ചു പോന്നു എന്നാണ് പറയുന്നത്. ഞാൻ കള്ളന്മാർ കൂടി എന്താ പറയുന്നത്? ഞാൻ ബാങ്ക് മോഷ്ടിച്ചു, ഞാൻ ആ വീട്ടിൽ കയറി അവരെ വെട്ടിക്കൊന്ന് അവരുടെ ആ സ്വർണ്ണമെല്ലാം എടുത്തു. വലിയ അഹങ്കാരത്തോടു കൂടിയല്ലേ പറയുന്നത്. ചിലർ പറയും ഞാൻ പുക വലിച്ച് കണ്ണിക്കൂടെ വിടുമെന്നാണ് പറഞ്ഞ പുക. ഭയങ്കര ഘട്ടമാണ് കണ്ണിക്കൂടെ പുക വിടുന്നത്. എന്തോ വീരത പ്രവർത്തിച്ച ഒരാളായിട്ടാണ് കാണുന്നത്. അയ്യോ, ചെറുപ്പക്കാർക്കൊക്കെ എന്തോ ഒരു ബഹുമാനമാണെന്നറിയാം. എന്താ അവൻ്റെ നേട്ടമെന്ന് പറയുന്നത്? പാപത്തിൽ പ്രസാദിക്കുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ എന്ത് സമൂഹമാണ്? അല്ല, അവരൊക്കെ വിളിച്ച് പറയേണ്ടത് അശുദ്ധൻ എന്നാണ് വിളിക്ക് പറയേണ്ടത്. ഇന്നത്തെ മനുഷ്യനെ പാവി എന്ന് വിളിക്കുന്നതാണ് പാപം എന്നാണ് ഒരാൾ പറഞ്ഞത്. ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞത്. മനുഷ്യനെ പാവി എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ആണോ? പാവി എന്ന് കുഷ്ഠരോഗി എന്ന് പറയുന്നതാണോ വലിയ തെറ്റെന്ന് പറയുന്നത്? വേണ്ട, ഇന്ന് അങ്ങനെയാണ്. ഇന്നിപ്പോൾ എയ്ഡ്സ് പിടിച്ച ഒരാൾ ആശുപത്രിയിൽ ചെന്നാൽ അവൻ എയ്ഡ്സ് ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ പാടില്ലെന്നാണ് പറയുന്നത്. അവൻ എയ്ഡ്സ് ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ പാടില്ല. കാരണം അവൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്നതാണ്. ഈ വേണ്ടാതിനം പോയി കാണിച്ച് വിചാരം ചെയ്തിട്ട് വേശ്യയിലൊക്കെ പോയിട്ട് എയ്ഡ്സ് പിടിച്ച് വരുന്നതിലല്ല, ഇവൻ എയ്ഡ്സ് ഉണ്ടെന്ന് പറയുന്നതിലാണ് തെറ്റ്. നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞാൽ എന്ത് കാഴ്ചപ്പാടുകളാണ്? ഇപ്പോൾ ആളുകൾക്ക് എല്ലാം അങ്ങനെയാണ്. പണ്ട് ആത്മഹത്യ ചെയ്തെന്ന് പറയും, ഇപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന് പറയില്ല. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങേ അറ്റം പറഞ്ഞാൽ കഴുത്തിൽ കയറ് കുരുങ്ങിച്ചെത്തുന്നു വേണ്ടി പറഞ്ഞു. ആത്മഹത്യ പറയാൻ പാടില്ല. ട്രെയിൻ മുൻപിൽ ചാടി മതി, ട്രെയിൻ മുട്ടിച്ചെത്തുന്നേ ഉള്ളൂ. പിന്നെ ട്രെയിൻ മുത്തിയ ചാകായിരിക്കുമോ? എല്ലാം നല്ല വിഷം കുടിച്ചെത്തുന്നു പറയാൻ പാടില്ല. അല്ല, പരിശോധനയിൽ ഉള്ളിൽ വിഷം ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്നു എന്നൊക്കെ പറയാൻ പാടുള്ളൂ. എല്ലാം അങ്ങനെയാണ്. എല്ലാ പാപത്തെ അങ്ങനെ വൈറ്റ് വാഷ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം അങ്ങനെ ചെയ്തില്ല. ഒരുത്തൻ കുഷ്ഠരോഗിയാണെങ്കിൽ അവൻ വീട്ടിൽ നിന്ന് പാളയത്തിൽ നിന്ന് പുറത്ത് പോകണം. അവൻ കുഷ്ഠരോഗിയുടെ സമൂഹത്തിൽ പോയി അവൻ പുറത്ത് വന്നാൽ അശുദ്ധനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം വരാൻ. പാപപ്രവൃത്തികളെ, രോഗമായ ബലഹീനതയോ ഒന്നും കാണരുത്. പാപപ്രവൃത്തി രോഗമൊന്നുമല്ല, ബലഹീനതയുമല്ല. പാപത്തെ വെറുതെ എന്നുള്ള ബ്രാൻഡ് ചെയ്യണം. പാപം സിൻ എന്നാണ്, സിൻ എന്ന് തന്നെ അതിനെ ലേബൽ ചെയ്യണം. ബൈബിൾ അങ്ങനെയാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കുഷ്ഠരോഗികൾക്ക് കടന്നു ചെല്ലാവുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു കേട്ടോ. പാളയത്തിന് താമസിക്കേണ്ട കുഷ്ഠരോഗികൾക്ക് കടന്നു ചെല്ലാവുന്ന ഒരു സ്ഥലമുണ്ട്. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലാണ്. കുഷ്ഠരോഗികൾ ധൈര്യമായിട്ടില്ലയോ കർത്താവിൻ്റെ അടുക്കൽ വന്നത്? കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാമെന്നാണ് പറഞ്ഞത്. ചില കുഷ്ഠരോഗി പറഞ്ഞാൽ തൊട്ട് സൗഖ്യമാക്കണമെന്നാണ് പറഞ്ഞത്. കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ല. പക്ഷേ കർത്താവ് കൈ നീട്ടി കുഷ്ഠരോഗിയെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകുക എന്ന് പറഞ്ഞു. അതാണ്
ഏത് പാപിക്കും കടന്നു ചെല്ലാവുന്ന ഒരു സ്ഥലമേ ഉള്ളത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലാണ്. വേറെ ആ സ്ഥലത്ത് ആർക്കും കടന്നു ചെല്ല. ഏത് പാപിക്കും കടന്നു ചെല്ല. 7 ഭൂതം ബാധിച്ച് മഗ്ദലക്കാരത്തി അവിടെ ചെന്നു. പാപിനിയായ സ്ത്രീ അവിടെ ചെന്നു. പാപത്തിൽ പിടിക്കപ്പെട്ടവൾ കർത്താവിൻ്റെ അടുക്കൽ അവൾക്ക് മോക്ഷമുണ്ട്. ചുങ്കക്കാരൻ ആളുകളെ ഞെക്കിപ്പിടിഞ്ഞുകൊണ്ടിരുന്നതായിരിക്കുന്ന സക്കായി അവന് കർത്താവിൻ്റെ വീട്ടിൽ ചെല്ലാം. മത്തായിയുടെ വീട്ടിൽ കർത്താവ് ചെന്നോട് വിരുന്നൊരുക്കി. ഞാൻ പാപികൾ നീതിവാന്മാരെയല്ല പാപികൾ എത്ര വിളിക്കാൻ വന്നതെന്ന് പറഞ്ഞു. കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്ത ശാപയോഹനൻ അങ്ങനെയാണ്. കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വേറെ വിധത്തിൽ പറഞ്ഞ പഴയ ദൈവത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ കുഷ്ഠത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ പുരോഹിതൻ. കുഷ്ഠത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ പുരോഹിതൻ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. പാപകുഷ്ഠത്തെ ചുമന്ന് കാൽവറിയിലേക്ക് നീങ്ങിയ കർത്താവായ യേശു ക്രിസ്തു. കുഷ്ഠത്തെ വെറുക്കുന്നതിനേക്കാൾ നാം പാപത്തെയാണ് വെറുക്കേണ്ടത്. കാരണം കുഷ്ഠം ശരീരത്തിൻ്റെ രോഗം മാത്രമാണ്, അത് ആത്മാവിൻ്റെ രോഗമല്ല. എന്നാൽ പാപമാകട്ടെ നമ്മുടെ മൊത്തം വ്യക്തിത്വത്തിൻ്റെ രോഗമാണിത്. ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ഒരുപോലെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അതിനുള്ള പരിഹാരം ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ കിട്ടൂ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ. അശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട പാപി കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവിനെ വിളിക്കുന്ന വിശുദ്ധനെന്നാണ്. പൗലോസ് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധന്മാരെ കൊരിന്തിലുള്ള വിശുദ്ധന്മാരെ കൊരിന്തി ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം അവരത്ര വലിയ വിശുദ്ധന്മാരല്ലായിരുന്നെന്ന്. പക്ഷേ കർത്താവായ യേശു രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർ എന്ന നിലയിൽ കർത്താവിനെ അവരെ വിളിക്കുന്നത് വിശുദ്ധന്മാരെ എന്നാണ്. എഫെസോസിലുള്ള വിശുദ്ധന്മാരെ, കൊലോസിലുള്ള വിശുദ്ധന്മാരെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ നമ്മുടെ കുഷ്ഠത്തെ എടുത്തു മാറ്റിയിട്ട് അത് ജനിച്ച കുഞ്ഞുങ്ങളുടെ ശരീരം പോലെ ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. നയമാനോട് പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങാൻ എലീശ പറഞ്ഞു. പോയി മുങ്ങി എഴുന്നേറ്റപ്പോൾ എന്താണ്? 7ാമത്തെ പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റപ്പോൾ അവൻ്റെ ശരീരം ജനിച്ച കുഞ്ഞുങ്ങളുടെ ശരീരം പോലെ ശുദ്ധമായി തീർന്നു. കർത്താവിൻ്റെ രക്തത്തിൽ മാത്രമേ നമ്മുടെ പാപത്തിൻ്റെ കറകളെ കഴുകിക്കളയുവാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് കുഷ്ഠരോഗി കുഷ്ഠമെന്ന് പറഞ്ഞിട്ട് അശുദ്ധനെന്ന് പറഞ്ഞ് കുഷ്ഠരോഗികളുടെ പാളയത്തിൽ പോയി താമസിക്കേണ്ട ഗതികേട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന പാപിക്കില്ല. അവൻ ദൈവമക്കളുടെ സമൂഹത്തിൽ സഭയിൽ അവൻ വിശുദ്ധനായി തീരുകയാണ് ചെയ്യുന്നത് കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ശുദ്ധി പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.